എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 182 ആദ്യത്തെ ചോദ്യമാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ദി ഗ്രാഫ് ബിലോ ഷോസ് ദി സെയിൽ ഓഫ് ടു വീലേഴ്സ് ഇൻ ഇന്ത്യ ഫ്രം 2015 ടു 2024 അല്ലേ. അതായത് 2015 മുതൽ 2024 വരെ ഇന്ത്യയിൽ ഓരോ വർഷവും വിറ്റ ടു വീലേഴ്സിന്റെ എണ്ണമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിന്റെ ഗ്രാഫാണ് നമുക്ക് തന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ. അതായത് 2015 മുതൽ 2024 വരെ ഇന്ത്യയിൽ വിറ്റിട്ടുള്ള ടു വീലേഴ്സിന്റെ എണ്ണം അല്ലെ, അതിന്റെ ഗ്രാഫാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കിയാൽ അടിയിൽ എന്തുണ്ട്, കൊല്ലം ഉണ്ടാവും അല്ലെ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 2015 മുതൽ 2024 വരെ അല്ലേ. അപ്പൊ ആദ്യം 2015, 2016, 17, 18, 19 അല്ലെ. അങ്ങനെ 2024 വരെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ 1.0, 1.1, 1.2, 1.3, 1.4 അല്ലെ. പക്ഷെ ഇവിടെ എഴുതിയിട്ട് നോക്കിയാൽ ടു വീലേഴ്സ്, അതായത് ബ്രാക്കറ്റിൽ ക്രോർ അല്ലെ, കോടി. അതായത് 1 കോടി, 1.1 കോടി. അപ്പൊ 1.1 കോടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 കോടി 10 ലക്ഷം അല്ലെ. ഇനി 1.2 കോടി എന്ന് പറഞ്ഞാൽ 1 കോടി 20 ലക്ഷം. ഇനി 1.3 കോടി എന്ന് പറഞ്ഞാൽ 1 കോടി 30 ലക്ഷം അല്ലെ. അങ്ങനെ വിറ്റിട്ടുള്ള ടു വീലേഴ്സിന്റെ എണ്ണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഗ്രാഫാണ് നമ്മൾ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ ഈ ഗ്രാഫിൽ നോക്കിയപ്പോൾ 2015 എത്ര ടു വീലേഴ്സ് വിറ്റു നോക്കിയാൽ 2015 അല്ലെ എത്ര ടു വീലേഴ്സ് വിറ്റു? 1.6 അല്ലെ. അതായത് 1 കോടി 60 ലക്ഷം ടു വീലേഴ്സ് വിറ്റിട്ടുണ്ട് അല്ലെ. ഏതിൽ? 2015. ഇനി 2016 ആയപ്പോഴോ കുറച്ചും കൂടി കൂടി അല്ലെ. ടു വീലേഴ്സിന്റെ എണ്ണം കുറച്ചും കൂടി കൂടി. എത്ര? 1.6 1.7 ഇടയിൽ മധ്യയിൽ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1.65 എന്ന് പറയാം. അതായത് 1 കോടി 65 ലക്ഷം അല്ലെ. ഇവിടെ ആയപ്പോൾ 70 ലക്ഷം, പിന്നെ 80 ലക്ഷം. അങ്ങനെ നമുക്ക് നോക്കിയാൽ ഓരോ കൊല്ലത്തിലും വിറ്റിട്ടുള്ള ഈ ടു വീലേഴ്സിന്റെ എണ്ണത്തിന്റെ ആ ഗ്രാഫാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇനി നമ്മുടെ കുറച്ച് ചോദ്യങ്ങളുണ്ട് ഇതിന്റെ അടിയിൽ, അടുത്ത പേജിൽ അല്ലെ. എന്താണ് ചോദ്യം നോക്കിയാൽ, ഇൻ വിച്ച് ഇയർ വാസ് ദി മോസ്റ്റ് നമ്പർ ഓഫ് ടു വീലേഴ്സ് സോൾഡ്? അതായത് ഏത് വർഷമാണ് ഏറ്റവും കൂടുതൽ ടു വീലേഴ്സ് വിറ്റത്? അപ്പൊ ഏറ്റവും കൂടുതൽ ടു വീലേഴ്സ് വിറ്റത് ഏത് കൊല്ലാണെന്ന് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഇതാണ് നമ്മുടെ ടു വീലേഴ്സിന്റെ എണ്ണം അല്ലെ, എണ്ണം. ഇവിടെ നോക്കിയേ. അപ്പൊ ഏറ്റവും കൂടുതൽ എണ്ണം എവിടെയാണ് വരുന്നത്? എണ്ണം കൂടുതൽ ഇവിടെയാണ് അല്ലെ, ഈ പോയിന്റ് കണ്ട. ഇവിടെ എത്ര വരുന്നത് നോക്കിയാൽ 2.1 അല്ലെ. 2.1 കോടി ടു വീലേഴ്സ് ഇന്ത്യയിൽ വിറ്റിട്ടുണ്ട്. ഇനി ഏത് കൊല്ലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. നോക്കിയേ. അപ്പൊ കൊല്ലം നോക്കിയാൽ നേരെ കൊണ്ട് നോക്കിയേ, ഏതാണ്? 2019 അല്ലെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായി എത്രയാണ്? 2019 ഏറ്റവും കൂടുതൽ ടു വീലേഴ്സ് വിറ്റിട്ടുള്ളത്. അപ്പൊ നമുക്ക് എഴുതാലോ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്താണ്? 2019. ഓക്കെ. ഇനി നമുക്ക് നോക്കിയാൽ അത് രണ്ടാമത്തെ ചോദ്യം. ഡ്യൂറിംഗ് വിച്ച് 2 years വേർ ദി മോസ്റ്റ് നമ്പർ ഓഫ് ടു വീലേഴ്സ് സോൾഡ്? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഏത് 2 വർഷങ്ങൾക്ക് ഇടയിലാണ് ഏറ്റവും കൂടുതൽ ടു വീലേഴ്സ് വിറ്റിട്ടുള്ളത്? മനസ്സിലായില്ലേ? അപ്പൊ ഏത് രണ്ട്, ഇപ്പൊ നോക്കിയാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ വിറ്റത് 2019 അല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ വിറ്റിട്ടുള്ള ഏത് 2 വർഷങ്ങൾക്കിടയിലാണെന്ന് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏത് 2 വർഷം, തൊട്ടടുത്ത് ഏത് 2 വർഷങ്ങളാണ് ഏറ്റവും കൂടുതൽ ടു വീലർ വിറ്റതെന്ന് നോക്കിയാൽ മതി അല്ലേ. അപ്പൊ ഒന്ന് നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. എപ്പോഴാണ്? 2019 അല്ലേ. 2019 ഏറ്റവും കൂടുതൽ വിറ്റിട്ടുള്ളത്. അതിന് തൊട്ട് താഴെ എപ്പോഴാണ് നോക്കിയാൽ? തൊട്ട് താഴെ അല്ലെ എപ്പോഴാണ്? 2018 അല്ലേ. അപ്പൊ 2018 നോക്കിയാൽ 2 കോടിയേക്കാൾ മുകളിൽ അല്ലെ, 2 കോടിയേക്കാൾ മുകളിൽ ടു വീലേഴ്സ് വിറ്റിട്ടുണ്ട് അല്ലെ. പിന്നെ നോക്കിയാൽ, പിന്നെ അടുത്ത കണ്ട, പിന്നെ താന്നു അല്ലെ. പിന്നെ നോക്കിയാൽ ഇവിടെ 2020 2017 ഒക്കെ നോക്കിയാൽ 1.7 അല്ലെ, 1.8 അടുത്താണ് അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ വിറ്റിട്ടുള്ള ഏത് കൊല്ലങ്ങളിലാണ്? ഈ 2018 2019 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതിയാൽ മതി? 2018 മുതൽ 2019 വരെ അല്ലെ. അപ്പൊ ഈ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ടു വീലേഴ്സ് വിറ്റിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായി. അപ്പൊ നമുക്ക് എഴുതാം 2018 മുതൽ 2019 വരെ അല്ലെ. ഈ സമയത്താണ്, ഈ കൊല്ലങ്ങൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ ടു വീലേഴ്സ് വിറ്റുപോയിട്ടുള്ളത്. ഇനി നമ്മുടെ മൂന്നാം ചോദ്യം നോക്കിയാൽ, വൈ വാസ് ദി സെയിൽ വെരി ലോ ഡ്യൂറിംഗ് 2019 ടു 2022? അതായത് ഇവിടെ നോക്കിയാൽ നമുക്കറിയാം അല്ലെ. ഇവിടെ നോക്കിയാൽ ആദ്യം ഉണ്ടായിരുന്ന സെയിൽ ഇപ്പൊ 2015 ആയപ്പോ അല്ലെ, ഇപ്പൊ 1.6 കോടി ടു വീലേഴ്സ് വിറ്റു. പിന്നെ അടുത്ത കൊല്ലമായപ്പോൾ നോക്കിയാൽ എണ്ണം കൂടി അല്ലെ, ടു വീലേഴ്സ് വിൽക്കുന്നതിന്റെ എണ്ണം കൂടി. പിന്നെ വീണ്ടും പെട്ടെന്ന് അങ്ങോട്ട് കൂടി. പിന്നെ നോക്കിയാൽ ടു വീലറിന്റെ എണ്ണം വളരെ പെട്ടെന്ന് കൂടി അല്ലെ. 2018 ആയപ്പോഴത്തേക്കും കുറെ ടു വീലേഴ്സ് പോകുന്നുണ്ട് അല്ലെ. അതായത് 2 കോടിയുടെ മേലെ പോകുന്നുണ്ട് അല്ലെ. പിന്നെ നോക്കിയാൽ 2.1 കോടി. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ നോക്കിയാൽ ടു വീലറിന്റെ വാങ്ങാൻ ആള് പറഞ്ഞു നോക്കിയാൽ
ഒറ്റ അടിക്കേണ്ടി താന്നു അല്ലേ. അതായത് 2020 1.75 ടൂ വീലേഴ്സ് വിറ്റുപോയുള്ളൂ അല്ലേ. അത് വളരെ കുറഞ്ഞു. പിന്നെ നോക്കിയാൽ പിന്നത്തെ കൊല്ലം നന്നായിട്ട് അങ്ങോട്ട് കുറഞ്ഞു. എത്ര പോയിട്ടുള്ളൂ? 1.5, 1.5 കോടി ടൂ വീലറെ വിറ്റിട്ടുള്ളൂ. പിന്നത്തെ കൊല്ലോ അത് എത്രയും മാറി? 1.3 അല്ലെ. 1.3ന്റെ തൊട്ട് മുകളിലാണ് പിന്നെ വിറ്റത്. അതായത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ നോക്കിയാൽ ടൂ വീലർ വാങ്ങുന്നവരുടെ എണ്ണം വളരെയധികം കുറഞ്ഞു അല്ലെ. ഇനി 2022 കഴിഞ്ഞപ്പോൾ വീണ്ടും കൂടി തുടങ്ങി. അപ്പൊ നമ്മളോട് എന്താണ് ചോദിച്ചിട്ടുള്ളത്? 2019 മുതൽ 2022 വരെ എന്താണ് ഇവിടെ നമുക്ക് ഇതിന് ഗ്രാഫിൽ നിന്ന് മനസ്സിലാവും അല്ലെ. എന്താണ് ഈ ടൂ വീലറിന്റെ വിൽപ്പന വളരെ കുറഞ്ഞല്ലേ. അതിന് എന്തായിരിക്കും കാരണം? അപ്പൊ അതിന് കാരണം നമുക്ക് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇത് മുതൽ ഇതുവരെ വിൽപ്പന വളരെയധികം കുറഞ്ഞു എന്ന് മനസ്സിലാവും. പക്ഷെ അതിന്റെ കാരണം എന്താണ്? അപ്പൊ കാരണം നമ്മൾ ആലോചിച്ച് നോക്കാം. എന്തായിരിക്കും ആ സമയത്ത് കാരണം? ഇപ്പൊ നോക്കിയാൽ ഒരു 4-5 കൊല്ലം മുമ്പ് നിങ്ങളിപ്പോ ഒരു 1ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കുന്ന സമയത്തായിരിക്കും കൊറോണ വന്നത് അല്ലെ. ഓർമ്മയുണ്ടോ? കൊറോണ വന്നപ്പോൾ നമുക്കറിയാം സ്കൂളുകളൊക്കെ പൂട്ടി, നിങ്ങൾ വീട്ടിലിരുന്ന് പഠിച്ചു അല്ലെ. കടകളും ഹോട്ടലുകളും എല്ലാ സാധനങ്ങളും പൂട്ടി അല്ലേ. അതുപോലെ തന്നെ ഗൾഫിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ എന്തായി? അവിടെ ജോലി ഇല്ലാതെ അവിടുത്തെ സ്ഥാപനങ്ങളൊക്കെ പൂട്ടി, സൂപ്പർ മാർക്കറ്റുകൾ പൂട്ടി, ഹോട്ടൽ പൂട്ടി, എല്ലാവരും നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു അല്ലേ. അപ്പൊ കുറേ ആൾക്കാരെ ജോലി നഷ്ടപ്പെട്ടു. അപ്പൊ നാട്ടിലായാലും പുറത്തായാലും കുറേ ആൾക്കാരെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ എന്തായി? ആൾക്കാരെ വരുമാനം കുറഞ്ഞല്ലേ. ആൾക്കാർക്ക് വരുമാനം, നമുക്ക് ഇൻകം വേണ്ടേ, വരുമാനം വേണ്ടേ, മാസ ശമ്പളം കിട്ടണ്ടേ. അപ്പോൾ പലരുടെയും ശമ്പളം എന്തായി? ഒട്ടുമിക്ക ആൾക്കാരും ശമ്പളമൊക്കെ എന്തായി? ശമ്പളമൊക്കെ ഇല്ലാതായി അല്ലേ. അതായത് വരുമാനം കുറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എന്തായി? ടൂ വീലർ വാങ്ങാനും കാറ് വാങ്ങാനൊന്നും ആൾക്കാരുടെ കയ്യിൽ പൈസ ഉണ്ടോ? പൈസ ഇല്ല അല്ലേ. വരുമാനം നിന്നു. വരുമാനം നിന്നപ്പോൾ ടൂ വീലർ വാങ്ങാനും കാറ് വാങ്ങാനും അങ്ങനത്തെ മറ്റു സാധനങ്ങളൊന്നും വാങ്ങാനൊന്നും പൈസ ഇല്ലാതായി അല്ലേ. ആൾക്കാർ വളരെ കടത്തിലായി. അപ്പൊ അത് ഏത് സമയത്തായിരുന്നു? ഈ സമയത്തായിരുന്നു അല്ലേ. അപ്പൊ അത് നമുക്ക് ഉത്തരമായിട്ട് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? കോവിഡ് അല്ലേ. കോവിഡിന്റെ കാര്യം തന്നെ എഴുതിയാൽ മതി. വേറെ നമുക്ക് പ്രത്യേക കാര്യമൊന്നും എഴുതാനില്ല. അപ്പൊ നമുക്ക് എഴുതാം ഡ്യൂ ടു COVID-19 അല്ലേ. COVID-19. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൂടി എഴുതാം. ഡ്യൂ ടു, ഇവിടെ ഒരു വാക്കും കൂടി എഴുതിക്കാം. ഡ്യൂ ടു ദി സ്പ്രെഡ് ഓഫ്, അങ്ങനെ കൂടി എഴുതിക്കോ. ദി അല്ല, അതേ അങ്ങനെ എഴുതിയാൽ മതി. സ്പ്രെഡ്, SPREAD, സ്പ്രെഡ് ഓഫ് COVID-19 അല്ലേ. അപ്പൊ ഡ്യൂ ടു ദി സ്പ്രെഡ് ഓഫ് COVID-19. അപ്പൊ മലയാളം മീഡിയക്കാർ എങ്ങനെ എഴുതണം? COVID-19 പടർന്നത് കൊണ്ടാണ് വിൽപ്പന കുറഞ്ഞത് അല്ലെ. ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ 3 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതി കഴിഞ്ഞു അല്ലെ. ഇനി നമുക്കതിലെ നമ്മുടെ 3ാമത്തെ ഗ്രാഫ് ഒന്ന് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ 3ാമത്തെ ഗ്രാഫ് അല്ലെ. നോക്കിയേ. എ പേഴ്സൺ സ്റ്റാർട്ടഡ് എ ട്രിപ്പ് ഇൻ കാർ അറ്റ് 5 in the morning ആൻഡ് റീച്ച്ഡ് ഹിസ് ഡെസ്റ്റിനേഷൻ അറ്റ് 10. അതായത് ഒരാൾ രാവിലെ 5 മണിക്ക് കാറിൽ ഒരു ജേണി അല്ലെ, ഒരു യാത്ര പുറപ്പെട്ടു. അയാൾക്ക് എത്തുന്ന സ്ഥലത്ത് എത്ര മണിക്ക് എത്തി? 10 മണിക്ക് എത്തി അല്ലെ. ഇനി ദി ഗ്രാഫ് ബിലോ ഷോസ് ദി ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് അറ്റ് വേരിയസ് പോയിന്റ്സ് ഓഫ് ടൈം. അതായത് ഓരോ സമയങ്ങളിൽ കാറ് സഞ്ചരിച്ച ആ ഡിസ്റ്റൻസിനാണ്, അതിന്റെ ഗ്രാഫാണ് നമുക്ക് തന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ. ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഇവിടെ നമുക്ക് ടൈം വന്നിട്ടുണ്ട് 5 മണി, 6 മണി, 7 മണി, രാവിലെ 8 മണി, 9 മണി, 10 മണി അല്ലേ. അപ്പൊ നമുക്ക് ടൈം വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കിയാൽ ഇവിടെ 50 ഡിസ്റ്റൻസ് കിലോമീറ്റർ അല്ലെ. കിലോമീറ്ററിൽ നമ്മൾ ഡിസ്റ്റൻസ് നോക്കിയാൽ ഇവിടുന്ന് 50 കിലോമീറ്റർ, 100 കിലോമീറ്റർ, 150 കിലോമീറ്റർ, 200, 250 കിലോമീറ്റർ അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. വേണ്ട, 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ യാത്ര തിരിച്ച് ഇവിടെ എത്തിക്കതേ 6 മണിക്ക് ഇവിടെ എത്തി അല്ലെ. അപ്പൊ 6 മണിക്ക് എത്ര കിലോമീറ്റർ യാത്ര ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 50, 60, 70, 80 കണ്ട. അപ്പൊ 6 മണിയോട് കൂടിയിട്ട് 80 കിലോമീറ്റർ സഞ്ചരിച്ചു കണ്ട. അപ്പൊ 1 മണിക്കൂർ കൊണ്ട് 5 തൊട്ട് 6 മണി. അപ്പൊ 1 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു? ഇവിടെ നോക്കിയേ 80 കിലോമീറ്റർ സഞ്ചരിച്ചു അല്ലെ. അപ്പൊ ഇവിടെ എത്തി. ഇനി 6 തൊട്ട് 7 വരെ കണ്ട, പോയി ഇവിടെ എത്തി അല്ലെ. അപ്പൊ 7 മണിക്ക് അവിടെ എത്തി, ഇവിടെ എത്തി. അതായത് എത്ര കിലോമീറ്റർ സഞ്ചരിച്ചപ്പോ മൊത്തം 150 അല്ലെ. 150ന്റെ താഴാണ് കണ്ട. ഇത് 110, 120, 130, 140, 150. അപ്പൊ 150നും 140നും ഇടയിലല്ലേ. അപ്പൊ നമുക്കൊരു 145 കിലോമീറ്റർ എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലേ. അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ 7 മണി തൊട്ട് 8 മണി വരെ അല്ലേ. 8 മണിക്ക് എവിടെ എത്തി നോക്കിയാൽ ഇവിടെ എത്തി. അതായത് എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു മൊത്തം? 200 കിലോമീറ്റർ അല്ലെ. 200 അല്ല, 200നേക്കാൾ കൂടുതൽ. അപ്പൊ നമുക്കൊരു 205 കിലോമീറ്റർ വേണമെങ്കിൽ പറയാം അല്ലെ. 210 ആയിട്ടില്ല, ഒരു 205 കിലോമീറ്റർ. മനസ്സിലായല്ലോ. അപ്പൊ ആ ഗ്രാഫാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്നിട്ട് എന്താണ് ഇതിന്റെ അടിയിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഹൗ മച്ച് ഡിസ്റ്റൻസ് ഡിഡ് ഹി ട്രാവൽ?
അതായത് ആകെ എത്ര ദൂരം ഇയാൾ സഞ്ചരിച്ചു, ആകെ എത്ര ദൂരം സഞ്ചരിച്ചു. അപ്പൊ അതിനിടയിൽ നിങ്ങളോട് പ്രത്യേകമായ ഒരു കാര്യം പറയാനുള്ളത്, നമുക്കറിയാം ഈ ഒരൊറ്റ ചോദ്യത്തോട് കൂടിയിട്ട് നമ്മുടെ 6ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ആക്കുകയാണ് അല്ലെ. അടുത്ത കൊല്ലം 7ാം ക്ലാസ് ആണ്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ 7ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്ററുകളും 1 മുതൽ എല്ലാ ചാപ്റ്ററും നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ ആ ക്ലാസ്സുകൾ നിങ്ങൾ ആദ്യം മുതലേ തന്നെ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് നിങ്ങൾ വാങ്ങണം. അപ്പോൾ നമ്മൾ 6ഉം 7ഉം മാത്രമല്ല 6, 7, 8, 9, 10 മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സോ നിങ്ങളെ ബന്ധപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമ്മളെ ഈ ചാനലൊന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് തന്നെ വരാം. ഹൗ മച്ച് ഡിസ്റ്റൻസ് ഡിഡ് ഹി ട്രാവൽ അല്ലേ. അപ്പോൾ ആകെ എത്ര ദൂരം സഞ്ചരിച്ചു ഇയാൾ, എത്ര ദൂരം സഞ്ചരിച്ചു. അപ്പോൾ ഇവിടുന്ന് 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയി 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 എവിടെ എത്തി നോക്കിയാൽ ഇവിടം വരെ എത്തി അല്ലേ. അപ്പോൾ മൊത്തം എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു ഇങ്ങോട്ട് നോക്കിയാൽ 250 കിലോമീറ്റർ അല്ലേ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമല്ലോ എത്രയാണ്, 250 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി എത്രയാണ്, 250 അല്ലെ, 250 കിലോമീറ്റർ മൊത്തം സഞ്ചരിച്ചു. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കിയാൽ ഹൗ മച്ച് ടൈം ഡിഡ് ദി ട്രിപ്പ് ടേക്ക്, അതായത് എത്ര സമയം എടുത്തു. ഇപ്പൊ 250 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ഇയാള്, അപ്പൊ എത്ര സമയം എടുത്തു. ഇവിടെ നോക്കിയാൽ 5 മണിക്ക് പുറപ്പെട്ടു അല്ലെ. 5 മണിക്ക് പുറപ്പെട്ടിട്ട് 6 മണി 7 മണി 8 മണി 9 മണി 10 മണി അല്ലെ, 10 മണിക്കാണ് ഇവിടെ എത്തിയത് അല്ലെ. അപ്പൊ 5 മണിക്ക് പുറപ്പെട്ട ആള് 6, 7, 8, 9, 10. അപ്പൊ എത്ര മണിക്കൂർ സഞ്ചരിച്ചു, 5 മണിക്കൂർ സഞ്ചരിച്ചു അല്ലെ. അപ്പൊ നമുക്ക് ഉത്തരം എഴുതാം 5 മണിക്കൂർ. അപ്പൊ ചില കുട്ടികൾ നോക്കിയാൽ പെട്ടെന്ന് ഇവിടെ 250 കിലോമീറ്റർ നേരെ അടിയിലേക്ക് നോക്കും, 10 AM എന്ന് കാണാം. അപ്പോൾ ഉടനെ 10 AM എഴുതി വെക്കരുത്, മനസ്സിലായില്ല. അവിടെ തെറ്റ് വരുത്തും, പല കുട്ടികളും തെറ്റ് വരുത്തും. ഇവിടെ നോക്കിയാൽ 5 മണിക്ക് പുറപ്പെട്ടിട്ട് 10 മണിക്ക് എത്തി അല്ലെ. അപ്പൊ 5 കഴിഞ്ഞാൽ അല്ലെങ്കിൽ 10ൽ നിന്ന് 5 കുറക്കാം അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 5 മണിക്കൂർ അല്ലെ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായി 5 hours. മലയാളം പഠിക്കാരേതാ, 5 മണിക്കൂർ അല്ലെ. ഇനി നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നോക്കിയേ, ഡ്യൂറിംഗ് വിച്ച് ടൈം ഡിഡ് ദി കാർ ട്രാവൽ ദി മോസ്റ്റ് ഡിസ്റ്റൻസ് ഇൻ 1 hour. അതായത് 1 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ്, അതായത് ദൂരം സഞ്ചരിച്ചത് ഏത് സമയത്താണെന്ന് മനസ്സിലായില്ലേ. അപ്പൊ 1 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് സഞ്ചരിച്ചു, ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചു, അത് ഏത് സമയത്താണ് ആ സഞ്ചരിച്ചത്, ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇവിടെ നോക്കിയേ, 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് അല്ലേ, നമ്മൾ ആദ്യം പറഞ്ഞു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 6 മണിക്ക് ഇവിടെ എത്തി. എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു, ദേ ഇവിടെ അല്ല, ഇങ്ങോട്ട് നോക്കിയാൽ കിട്ടും മറ്റേ 50, 60, 70, 80 അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയാൽ 80 കിലോമീറ്റർ സഞ്ചരിച്ചു, മനസ്സിലായില്ലേ. അപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെ 80 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇനി ഇവിടം തൊട്ട് ഇവിടം വരെ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു, ഇവിടെ നോക്കിയാൽ ഇവിടെ എത്രയാണ്, ഇവിടെ 80 ആണ് അല്ലെ. അപ്പൊ 80 നോക്കിയാൽ അപ്പൊ 10, 20, 30, 40, 50, 60, 65 അല്ലെ, ഇതിന്റെ പകുതിയാണ്. അപ്പൊ 65 കിലോമീറ്റർ ഇവിടെ സഞ്ചരിച്ചു. അപ്പൊ ഇവിടെ 80 കിലോമീറ്റർ സഞ്ചരിച്ചു. ഈ ഒരു മണിക്കൂറിൽ 80 കിലോമീറ്റർ, ഇവിടുന്ന് ഇവിടം വരെയുള്ള മണിക്കൂറിൽ 65 കിലോമീറ്റർ. ഇനി ഇവിടുന്ന് ഇവിടം വരെ മണിക്കൂർ എത്ര സഞ്ചരിച്ചു നോക്കിയാൽ, ഇവിടെ നിൽക്കണം അല്ലെ. അപ്പൊ ഇവിടെ ഒരു 5 കിലോമീറ്റർ ഉണ്ട് അല്ലെ, 5 ഉണ്ട്. പിന്നെ നോക്കിയാൽ 10, 20, 30, 40, 50, പിന്നെ ഇവിടെ ഒരു 5ഉം ഇവിടെ ഒരു 5ഉം അല്ലെ. അപ്പൊ 60, മൊത്തം 60 കിലോമീറ്റർ. അപ്പൊ ഇവിടെ 60 കിലോമീറ്റർ സഞ്ചരിച്ചു അല്ലെ. പിന്നെ ഇവിടെ സഞ്ചരിച്ചിട്ടില്ല, കണ്ട സ്റ്റഡി ആയിട്ട് നിൽക്കണം അല്ലെ. പിന്നെ ഇവിടെ നോക്കിയേ 9 മണി മുതൽ 10 മണി വരെ അല്ലെ, എത്ര സഞ്ചരിച്ചു നോക്കിയാൽ ഇവിടെ 205 കിലോമീറ്റർ ആണ്. അപ്പൊ 205 കഴിഞ്ഞാൽ നോക്കിയാൽ ഇവിടെ ഒരു 10, 20, 30, 40, പിന്നെ ഒരു 5ഉം അല്ലെ. അപ്പൊ മൊത്തം 45 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പൊ എപ്പോഴാണ് കൂടുതൽ സഞ്ചരിച്ചത്, ഇവിടെ മുതൽ ഇവിടം വരെ അല്ലെ. അതായത് ഇവിടെ 80 കിലോമീറ്റർ സഞ്ചരിച്ചു അല്ലെ മൊത്തം. അപ്പൊ 5 മണി മുതൽ 6 മണി വരെ 80 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പൊ ഇവിടെ 65 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുള്ളൂ, ഇവിടെ 60 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുള്ളൂ അല്ലെ. അപ്പൊ മനസ്സിലായില്ലേ. അപ്പൊ ഇവിടെ മുതൽ ഇവിടം വരെ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു, 80 കിലോമീറ്റർ. അപ്പൊ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ളത് 5 മണി മുതൽ 6 മണി വരെയും അല്ലെ. അതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് അതിന് ഉത്തരം എഴുതാം. മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം അല്ലെ, ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച എപ്പോഴാണ്, 5 AM അല്ലെ. 5 AM 5 മണി മുതൽ പിന്നെയോ 6 മണി വരെ അല്ലെ, 6 AM. അപ്പൊ 5 മണി മുതൽ 6 മണി വരെയാണ് ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചത്, മനസ്സിലായില്ലേ. ഇനി ഓക്കെ, നമ്മുടെ നാലാമത്തെ ചോദിക്കാം, ഹൗ മച്ച് ഡിസ്റ്റൻസ് ഡിഡ് ദി കാർ ട്രാവൽ ബിറ്റ്വീൻ 6 and 7. അതായത് 6 മണിക്കും 7 മണിക്കും ഇടയിൽ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പൊ 6 മണി അല്ലെ, 6 മണി മുതൽ 7 മണി വരെ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു. ഇവിടെ നോക്കിയാൽ 6 മണിക്ക് ഇത് ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലെ, ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയാൽ 10 അല്ലെ, ഇത് നോക്കിയാൽ 10 കിലോമീറ്റർ വെച്ചാണ് ഓരോ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയാൽ ഇവിടെ നിന്ന് ഇവിടം വരെ 10 കിലോമീറ്റർ, പിന്നെ 20, 30, 40, 50, 60 അല്ലെ. 60ഉം പിന്നെ കുറച്ചും കൂടി ഉണ്ട് അല്ലേ, കണ്ടില്ലേ. അപ്പൊ 65 കിലോമീറ്റർ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, 65 കിലോമീറ്റർ. അപ്പൊ നാലാമത്തെ ചോദ്യത്തിന് ഉത്തരമായി 65 കിലോമീറ്റർ. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ ഇങ്ങനെ നോക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, നോക്കി ഇവിടെ എത്ര കിട്ടി നോക്കാം, അതിൽ നിന്ന് ഇത് കുറച്ചാലും മതി
മനസ്സിലായില്ലേ? ഇവിടെ എത്ര നോക്കിയാൽ ഇവിടെ ഇതൊക്കെ 145 അല്ലേ? അപ്പോൾ 145 നിന്ന് നമ്മൾ എത്ര കുറച്ചാൽ മതി? ഇവിടുത്തെ എത്രയാണ്? ഇവിടെ 80 അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 145 എത്ര കുറയ്ക്കുക? 80 കുറയ്ക്കണം അല്ലേ? 80 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 65 കിട്ടും. അപ്പം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ എണ്ണീറ്റ് കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം. കണ്ട, ഇത് കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 65 തന്നെ കിട്ടി. ഇനി നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം നോക്കിയാൽ എന്താണ് അഞ്ചാമത്തെ ചോദ്യം? ആൻഡ് ദി ഡിസ്റ്റൻസ് ട്രാവൽ ബിറ്റ്വീൻ 8 and 9. 8 മണിക്കും 9 മണിക്കും ഇടയിൽ എത്ര ദൂരം സഞ്ചരിച്ചു? അപ്പോൾ 8 മണിക്കും 9 മണിക്കും ഇടയിൽ അല്ലേ? ഈ സമയത്ത് നോക്കി 8 മണിക്ക് ഇത് എവിടെ എത്തി? ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ? അതായത് 205 കിലോമീറ്റർ അല്ലേ? ഇനി 9 മണിക്കോ? 9 മണിയായപ്പോഴും 205 കിലോമീറ്റർ തന്നെ. അതായത് 8 മണി മുതൽ 9 മണി വരെ വണ്ടി ഓടിയിട്ടില്ല അല്ലേ? അപ്പോൾ 8 മണിക്ക് വണ്ടി നിർത്തിയിട്ട് പിന്നെ വണ്ടി എടുക്കുന്നത് എത്ര മണിക്കാ? 9 മണിക്ക്. കണ്ട, അവർ വല്ല ഫുഡ് അടിക്കാൻ കയറിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ 8 മണി മുതൽ 9 മണി വരെ എന്താണ്? അവർ വണ്ടി ഓടിച്ചില്ല. കണ്ട, എവിടേക്കും നീങ്ങിയിട്ടില്ല. അതേ കിലോമീറ്റർ തന്നെ, 205 കിലോമീറ്റർ തന്നെ ഇപ്പോഴും കണ്ടില്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? അവിടെ വണ്ടി ഓടിയിട്ടില്ല അല്ലേ? അതുകൊണ്ട് എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു? 0 കിലോമീറ്റർ എന്ന് എഴുതിയാൽ മതി. മനസ്സിലായോ? 0 കിലോമീറ്റർ. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ സഞ്ചരിച്ചിട്ടില്ല എന്നല്ലേ? ഓക്കെ. ഇനി നമ്മുടെ ആറാമത്തെ ചോദ്യം നോക്കിയേ. ആറാമത്തെ ചോദ്യം, ഡ്യൂറിങ് വാട്ട് ടൈം വാസ് ദി കാർ സ്റ്റോപ്പ്ഡ്? അതായത് എത്ര മണിക്കാണ് കാർ സ്റ്റോപ്പ് ചെയ്തത് അല്ലേ? അതായത് എത്ര മണി മുതൽ എത്ര മണി വരെ, ഏതിൻ്റെ ഇടയിലാണ് കാർ സ്റ്റോപ്പ് ചെയ്തത്? കാർ സ്റ്റോപ്പ് ചെയ്ത് നോക്കിയാൽ 8 മണിക്ക് സ്റ്റോപ്പ് ചെയ്തു അല്ലേ? 8 മണിക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ നോക്കിയാൽ 9 മണി അല്ലേ? അപ്പോൾ 8 മണിക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ കാർ എടുക്കുന്നത് എത്ര മണിക്കാണ്? 9 മണിക്ക്. 9 മണിക്ക് വീണ്ടും പോകണം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ മതി? 8 മണി അല്ലേ? 8 മണി മുതൽ 9 മണി വരെ. അപ്പോൾ നമുക്ക് എഴുതാം 8 AM മുതൽ 9 AM അല്ലേ? 8 മണി മുതൽ 9 മണി വരെ. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലേ, വളരെ സിമ്പിളായ ചാപ്റ്ററാണിത്. നമുക്ക് തന്നിട്ടുള്ള ചിത്രം നോക്കാം. അതിൽ ഇതേപോലെ കുറച്ച് ചോദ്യങ്ങളുണ്ടാകും. ആ ചോദ്യത്തിന് ഉത്തരം എഴുതിക്കാൻ നിങ്ങൾക്ക് 5 മാർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 6ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തു. ഇനി നമുക്ക് 7ാം ക്ലാസ്സിലാണ്. അപ്പോൾ നമുക്ക് 7ാം ക്ലാസ്സിലെ പുതിയ ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും നല്ലവണ്ണം പഠിക്കുക. പരീക്ഷയ്ക്ക് നല്ല മാർക്കും വാങ്ങണം.